ദുബായിലെ ഫ്രഷേഴ്സിന് ജോബ് കിട്ടുമെന്ന് ചോദിച്ചിട്ട് കുറെ DMs വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രഷർ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ 2-3 ഇയേഴ്സ് വർക്ക് ചെയ്താലും ദുബായിലുള്ളവരെ ദുബായ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എക്സ്പീരിയൻസ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാത്തവരൊക്കെ ഫ്രഷേഴ്സ് ആണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സെക്കൻഡ് ഡേ സിം എടുത്തു. തേർഡ് ഫോർത്ത് ഡേ എല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഫിഫ്ത്ത് ഡേ ഇന്റർവ്യൂ കോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നിരുന്നത് ഉമ്മൽക്കോയിലായിരുന്നു. അപ്പൊ ദുബായ് ഉമ്മൽക്കോയിലായിട്ട് കുറച്ചധികം ഡിഫറൻസ് ഉണ്ട്. അപ്പോ എല്ലാ ഇന്റർവ്യൂസും കൂടെ ഞാൻ ഒറ്റ ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തു. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഫസ്റ്റത്തെ ഇന്റർവ്യൂ പൊട്ടി. കാരണം ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ലല്ലോ, ഇത് കിട്ടിയില്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു ഇതായിരുന്നു. സെക്കൻഡ് പൊട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാനിനി പേടിച്ചിട്ട് കാര്യമില്ല, കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ തേർഡ് ഇന്റർവ്യൂ പോയി. തേർഡ് ഇന്റർവ്യൂ പോകുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഇനിയും അങ്കിൾ ആന്റീനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കുന്നത് ശരിയല്ല. കാരണം ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എന്റെ ഇന്റർവ്യൂവിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഞാൻ കുറച്ചും കൂടെ പ്രാർത്ഥിച്ച് കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് പോയി അറ്റൻഡ് ചെയ്തു. സീനിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. എന്റെ അടുത്ത് കുറെ മൊഡ്യൂൾസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പൈത്തണിൽ നിന്ന് മൈക്രോസോഫ്റ്റ് എയിലേക്കാണ് ജമ്പ് ആയത്. പിന്നെ കൺഫ്യൂഷനായി, പൈത്തൺ മാറണോ? അപ്പം നമുക്ക് ആരും പറഞ്ഞു തരാനില്ല. അപ്പൊ നമ്മൾ ആരും വിളിക്കും, നമ്മുടെ മാതാജീനെ വിളിക്കും. അങ്ങനെ ഞാൻ അമ്മനെ വിളിച്ചു. കാരണം എനിക്ക് ജോയിൻ ലെറ്റർ കിട്ടി. എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് പൈത്തൺ അറിയില്ലാന്ന് എനിക്കും നിനക്കും അറിയാം, നീ പിന്നെ കൂടുതലായിട്ട് വല്ലാണ്ട് ഇതാക്കണ്ട, അതിൽ എന്നെ കേൾക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കടുത്ത സപ്പോർട്ടിന്റെ പേരിൽ ഞാൻ ആ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്തത്. മൈക്രോസോഫ്റ്റിന്റെ ERP സോഫ്റ്റ്വെയർ ഉണ്ട്, അതിന്റെ ഡെവലപ്മെന്റ് സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഞാൻ എന്തിനാ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഫ്രഷർ ആയിട്ടാണോ ജോബ് കിട്ടിയെന്നൊക്കെ ചോദിച്ചവർക്ക് ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് കുറെ DMs വരുന്നുണ്ട്, പേഴ്സണലി കുറെ മെസ്സേജുകൾ ഓരോരുത്തർ അയക്കുന്നുണ്ട്. എനിക്ക് അവരുടെ സ്ട്രഗിൾസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ഭയങ്കര ഹെൽപ്ലെസ് ആണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വാക്കൻസി കിട്ടുവാണെങ്കിൽ ഞാൻ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യാം, അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഏത് വേയിലാണ് എനിക്ക് ജോബ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അത് ഷെയർ ചെയ്യുന്നു. ഇത് തന്നെ ഫോളോ ചെയ്യുന്നൊന്നും ഞാൻ ആരുടെ പറയില്ല. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്, ജസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്.